ഡ്രൈവർ പരീക്ഷയുടെ ആൻസർ കീയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല നാമം എന്ത്? അയ്യപ്പൻ. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല നാമം അയ്യപ്പൻ എന്നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 ആചരിച്ചത്? 100-ാം വാർഷികമാണ് 2019. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100-ാം വാർഷികം ആചരിച്ചത് 2019. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനാകും? 12 പേരെ നാമനിർദ്ദേശം ചെയ്യാനാകും. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 പേരെയാണ് നാമനിർദ്ദേശം ചെയ്യാനാവുക. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. SNDP സ്ഥാപിതമായ വർഷം 1903 SNDP സ്ഥാപിതമായ വർഷം 1903. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഹരിയാന. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയിലാണ്. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും മരണവും കേരളത്തിൽ അവധി ദിനമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ് ഡാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ് ആണ്.